ഹലോ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ പിക്ചർ ഞാൻ ഈ ഒരു ക്ലോത്തിലേക്ക് വരച്ചെടുക്കുന്ന മെത്തേഡാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ചിത്രം വരയ്ക്കാൻ അറിയാത്തവർക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചിത്രം വരച്ചെടുക്കാം. ആദ്യം തന്നെ ക്ലോത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കാർബൺ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചിത്രമാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ച് നന്നായിട്ട് കൈകൊണ്ട് തടവി കൊടുക്കണം. എന്നിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ച് ചിത്രത്തിന് മുകളിലൂടെ പതുക്കെ നല്ല കുറച്ചും കൂടെ ടൈറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ലൈനൊന്നും തെറ്റാതെ വേണം ചെയ്യാൻ. മുഴുവനായിട്ടും ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അത് റിമൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കഴിയുന്നതും കാർബൺ പേപ്പർ യെല്ലോ കളറിൽ എടുക്കാൻ ശ്രമിക്കുക. ബ്ലൂ കളർ അവൈലബിൾ ആണ്, പക്ഷേ നമ്മളത് ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോഴൊക്കെ വൈറ്റ് കളറിൽ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യെല്ലോ കളർ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. ഇതുപോലെ മുഴുവനായിട്ടും ചിത്രം വരച്ചിട്ടുണ്ടോയെന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടെ വരച്ചെടുക്കണം. അതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പതുക്കെ കാർബൺ പേപ്പർ എടുത്ത് നോക്കാം. അപ്പോൾ ക്ലോത്തിൽ നന്നായിട്ട് തന്നെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ഭാഗം റിമൂവായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. വീണ്ടും കാർബൺ പേപ്പർ വെച്ച് അച്ചടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇനി നമുക്ക് ക്ലോത്തിൽ തുന്നിയെടുക്കാൻ ശ്രമിക്കാം. അതിനു വേണ്ടി ആദ്യം തന്നെ ഫ്രെയിം വെച്ച് അതിന് മുകളിൽ ക്ലോത്ത് വെച്ച് ഫ്രെയിം ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വലിച്ച് പിടിച്ച് ടൈറ്റ് ചെയ്യണം. നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് വൃത്തിയായിട്ട് കിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് തന്നെ ഫ്രെയിമിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആദ്യം നമ്മൾ
പഠിച്ച് വെച്ച റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു എംബ്രോയ്ഡറിയിൽ ഞാൻ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്ക് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ മോട്ടീഫാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഞാനിവിടെ വരച്ചത് ഒരു ഡക്കിൻ്റെ ചിത്രമാണ്. ഇത് നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിലാണ് അധികവും നമ്മളിത് ഇങ്ങനെയുള്ള പിക്ചറുകൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്ര വലിയ ചിത്രം ഞാൻ എടുത്തത്. സാധാരണ ചെറിയ ചിത്രങ്ങളാണ് നമ്മൾ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചിരുന്നു. കാണാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം മോട്ടിഫ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു. ഇനി ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡ് കാണിച്ചു തരാം. ബാക്ക് സ്റ്റിച്ചാണ് ഇനി ഞാൻ ഡക്കിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്ക് സ്റ്റിച്ചും നമ്മൾ ക്ലാസ് കഴിഞ്ഞതാണ്. അത് കണ്ടവർ മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക.